بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നോടും ഓരോരുത്തരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നിരുന്നൊരു വിഷയമാണ് ഏതൊരു മുഅ്മിനും ഏതൊരു മുസ്ലിമും യഥാർത്ഥ മുഅ്മിനായി തീരണമെങ്കിൽ അവൻ സ്വന്തത്തെക്കാളും അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അവൻ്റെ സമ്പത്തിനേക്കാളും എല്ലാത്തിലും ഉപരി അവൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കണം. ഇതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിനെല്ലാത്തിലും ഉപരി സ്നേഹിക്കാത്തവൻ്റെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്നൊക്കെ കഴിഞ്ഞ 2 ആഴ്ചകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിടത്തൊക്കെ ആ വിഷയങ്ങൾ പറഞ്ഞു വന്നു. നമുക്കറിയാം, ഈ ഒരു മാസം എന്നുള്ളത് മുസ്ലിം ലോകത്തിന് എന്നല്ല, നീതി ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ തീരാ നഷ്ടമായ ഒരു മുഅ്മിന് സംഭവിക്കുന്ന മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത് സംഭവിച്ച ഒരു മാസമാണ് ഈ മാസം. ഒരു മുസ്ലിമിന് ഇതിനേക്കാൾ വലിയൊരു മുസീബത്ത് ഇനി സംഭവിക്കാനില്ല. എത്ര വലിയതാണെങ്കിലും എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും അവൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചാലും അതൊരു മുസീബത്തല്ല.
ഏതല്ലാതെ ഈ ഒരു മാസത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു മുസീബത്ത്. ലോകത്തിൻ്റെ നേതാവ്, മുഅ്മിനീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനേക്കാൾ വേറൊരു മുസീബത്ത് ഒരു മുസ്ലിമിന് വരാനില്ല. ആ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു ദിവസങ്ങളിലൂടെയാണ് മദീന പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളായിരുന്നു ദിവസങ്ങൾ. സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ച സഹാബിമാർക്ക്, റസൂലുള്ളാഹിയുടെ കൂടെ നടന്ന സഹാബിമാർക്ക് പോലും റസൂലുള്ളാഹിയുടെ വഫാത്ത് അംഗീകരിക്കാൻ കഴിയാത്ത, റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. സഹാബിമാർക്കിടയിൽ എന്തൊരു വിഷയം വന്നാലും എന്ത് പ്രയാസം വന്നാലും അവർക്ക് ഓടിച്ചെല്ലാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ അവസാനത്തെ വിടവാങ്ങലിന്റെ ഏകദേശം ഒരു മാസം മുമ്പേ സഹാബിമാർക്ക് ചെറിയ ചെറിയ സൂചനകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ ചില വർത്തമാനങ്ങൾ, ചില പ്രവൃത്തികൾ, ഇതെല്ലാം കാണുമ്പോൾ തന്നെ റസൂലുള്ളാഹിയുടെ സഹാബത്തിന് ചെറിയ സൂചനകൾ ലഭിക്കുന്നു. എന്താ, റസൂൽ നമ്മോട് വിട പറയാനിരിക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11 വഫാത്താകുന്നത്. ഹിജ്റ 10 അവസാനത്തെ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബിമാരെ അഭിസംബോധന ചെയ്തിരുന്നു. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഒരു പക്ഷേ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. സഹാബിമാർക്ക് സൂചന ലഭിക്കുന്നു, അടുത്ത ഹജ്ജിന് റസൂൽ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ലേ? അങ്ങനെ ഓരോ റസൂലുള്ളാഹിയുടെ ഓരോരോ സംസാരങ്ങളും റസൂലുള്ളാഹിയുടെ വിടവാങ്ങലിലേക്ക് സൂചന ലഭിക്കുന്നതായിരുന്നു. അങ്ങനെ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി ആ റസൂലിനെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടു, ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈക്കും മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തൻ്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും കൂടുതൽ ഞാൻ പ്രിയപ്പെട്ടവനാകുന്നതുവരെ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് റസൂലുള്ളാഹി അഹങ്കാരം പറയല്ല, മറിച്ച് 7ാം ആകാശത്തിന്റെ മുകളിൽ നിന്നും വന്ന വഹിയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നക ലഅൻത അഹബ്ബു ഇലയ്യ ഇല്ലാ മിൻ നഫ്സി. റസൂലേ, ഞാൻ കഴിഞ്ഞാൽ, റസൂലുള്ളാഹി ഈ ഹദീസ് പറയുന്നതിന് മുമ്പത്തെ അവസ്ഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ട് പറയാണ്, റസൂലേ, ഞാൻ കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നത് അങ്ങയാണ് റസൂലേ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തിരുത്തുന്നു. അല്ല ഉമർ, ഒരിക്കലും അങ്ങനെ പറയരുത്. താങ്കളെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ, താങ്കൾക്ക് താങ്കളുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്വന്തം മനസ്സിനേക്കാൾ പ്രിയപ്പെട്ട ഞാനാകുന്നത് വരെ താങ്കളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല ഉമർ എന്ന് പറയുമ്പോൾ ഉമർ അല്ലാഹുവിനെ അവിടെ വെച്ച് തിരുത്തുകയാണ്. റസൂലേ, എങ്കിൽ എനിക്ക് എന്നേക്കാളും കൂടുതൽ, റസൂലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവര് റസൂലേ അങ്ങയാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് മറുപടി പറയുമ്പോൾ റസൂൽ പറയുന്നത്, ആനയാ ഉമർ, ഉമർ ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പരിപൂർണമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഒരിക്കലും
അല്ലേ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. റസൂലുള്ള നടന്നെടുത്തുകൂടെ നടക്കുന്ന, റസൂലുള്ള എന്ത് പറഞ്ഞോ അതപ്പടി അംഗീകരിക്കുന്ന അത്തരം ഒരു സ്വഭാവമായിരുന്നു റസൂലുള്ളാഹിന്റെ സഹാബത്തിൻ്റെത്. ഉർവത്ത് ഇബ്നു മസ്ഊദ്, അദ്ദേഹം കാഫിറായിരിക്കുന്ന, അല്ലെ, മുസ്ലിം ആകുന്നതിന്റെ മുമ്പത്തെ അവസ്ഥ അദ്ദേഹം പറയുകയാണ്, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്ന വിധത്തിൽ വേറൊരു അനുയായികളും വേറൊരു പ്രജയും ഒരു രാജാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ സഹാബത്ത് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നത് പോലെ, അതിൽ റസൂലുള്ളാഹിയെ ഇത്തിബാഅ് ചെയ്യുന്ന, പിന്തുടരുന്നത് പോലെ വേറെ ഒരാളും വേറൊരു അടിമകളും തന്റെ യജമാനനെ അനുസരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്രത്തോളം റസൂലുള്ളാഹിയെ മനസ്സ വാച കർമ്മണ അംഗീകരിച്ചവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വരുന്ന ഓരോ അമ്പുകളും, ശത്രുക്കൾ എയ്യുന്ന ഓരോ അമ്പുകളും റസൂലുള്ളാഹി, എൻ്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ഇത് തറക്കരുത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് വരുന്ന അമ്പുകൾ ഓരോന്നും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ ഒരു സഹാബിയായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. 70ഓളം അമ്പുകൾ, റസൂലുള്ളാഹിയുടെ നേർക്ക് വരുന്ന 70ഓളം അമ്പുകൾ അത് സ്വന്തം ശരീരം കൊണ്ട് തടുത്ത ഒരു സഹാബിയായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വരുന്ന അമ്പുകളെ തടഞ്ഞ സഹാബിയുടെ ശരീരത്തിൽ നിന്നും അമ്പിനെ ഒരു സഹാബി വായ കൊണ്ട് കടിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന്റെ പല്ല് പോലും ഇളകിപ്പോരേണ്ടി വന്നു എന്ന് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച തന്റെ അനുയായികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അത് തീരാ സങ്കടം തന്നെയായിരുന്നു. ഇനി ആകാശത്തിന്റെ മുകളിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഹ്യ് വരുന്നില്ലല്ലോ എന്നോർത്തിട്ട് കരയുകയായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തീർപ്പ് കൽപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്കാണ് നമ്മൾ പോകാറുള്ളത്. പക്ഷേ റസൂലുള്ളാഹി നമ്മോട് വിട പറഞ്ഞുവെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനി ആകാശത്തിൽ നിന്നും വഹ്യ് ഇറങ്ങുകയില്ലല്ലോ എന്നോർത്തിട്ടാണ് എനിക്ക് സങ്കടമെന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു യുദ്ധവേളയിൽ ഒരു സ്ത്രീ കൊണ്ട്, ഒരു സഹാബ വനിത തന്റെ കൈക്കുഞ്ഞിനെ, ചെറിയ ഒരു കുഞ്ഞിനെ, ഓരോ ആളുകളും പലതും യുദ്ധത്തിലേക്ക് സംഭാവന ചെയ്യുന്നു. സ്ത്രീകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാനും സാധ്യമല്ലല്ലോ. യുദ്ധത്തിൽ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ സ്ത്രീകൾ ഉണ്ടാവും, പക്ഷേ യുദ്ധത്തിൽ പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ സ്ത്രീകൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്ത്രീ, റസൂലേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ ഈ കൈക്കുഞ്ഞിനെ ഞാൻ നൽകുന്നു, താങ്കൾക്ക് ഇതിനെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരിച്ചു ചോദിക്കുന്നു, ഈ ചെറിയ കൈക്കുഞ്ഞുമായി കൊണ്ടു, ഈ ചോര പൈതലിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ആ സഹാബ വനിത പറഞ്ഞത്, റസൂലേ, അല്ലെ, ഒരു ഉമ്മക്ക് തന്റെ കുഞ്ഞിനോട് എത്രത്തോളം സ്നേഹമുണ്ടാവും. അതിനെ കൊടുത്തിട്ട് ആ സ്ത്രീ പറയാ, റസൂലേ, അങ്ങയുടെ മേൽക്ക് വരുന്ന ഓരോ അമ്പുകളും എന്റെ ഈ കുഞ്ഞിനെ ഒരു പരിചയമായിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാമല്ലോ റസൂലേ. അത്രത്തോളം റസൂലുള്ളാഹിയെ സ്നേഹിച്ച സഹാബികളും അവരുടെ സഹാബ വനിതകളും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിട പറഞ്ഞ ഒരു മാസമാണ് റബീഉൽ അവ്വൽ. അല്ലെ, ഓരോ സഹാബിമാർ റസൂലുള്ളാഹിയെ സ്നേഹിച്ച സംഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ സാധ്യമല്ല. മഹാനായ ബിലാൽ ഇബ്നു റബാഹ്, അല്ലെ, മദീനയിലെ മുഅദ്ദിനായിരുന്നല്ലോ. ബിലാലിന്റെ ബാങ്കുകൾ മദീനയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും മുഴങ്ങി കേൾക്കുമെന്നാണ്. കറുത്തവനായ മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള ബിലാൽ, ആ ബിലാലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ ബാങ്കിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ സഹാബിമാർ പല പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ചു എന്നാണ്.
പക്ഷേ ബിലാൽ അതിനൊരിക്കലും സമ്മതിച്ചിട്ടില്ല. സഹാബിമാരുടെ നിർബന്ധം കാരണം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബാങ്ക് വിളിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അദ്ദേഹം അങ്ങനെ തുടങ്ങി വെച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് റസൂലുള്ളാഹിയുടെ പേരുച്ചരിക്കാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബാങ്ക് വിളിച്ച സഹാബിയായിരുന്നു. അതിനുശേഷം സഹാബിമാരുടെ ആശ, ഏറ്റവും വലിയ ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ ബാങ്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവരെ സ്നേഹിച്ചിട്ടുള്ളത്. സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മെലിഞ്ഞൊട്ടിയ ശരീരമായി, ഒട്ടിയ വയറുമായി, വളരെ ക്ഷീണിതനായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ സൗബാൻ, എന്ത് പറ്റി? എന്താണ് താങ്കളുടെ അവസ്ഥ ഇങ്ങനെ? എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, റസൂലേ, 3 ദിവസമായി എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഉറക്കില്ല. 3 ദിവസമായി കൊണ്ട് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭാര്യയെക്കാളും എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ മക്കളെക്കാളും ഒക്കെ കൂടുതലായിക്കൊണ്ടൊരു ദിവസത്തിൽ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതെ റസൂലേ, എനിക്കിതിന് സാധ്യമല്ല. എനിക്കത് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷേ റസൂലേ, അങ്ങയെങ്ങാനും ഞങ്ങളോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ റസൂലേ, ഞാൻ എങ്ങനെ ജീവിക്കും? റസൂലേ, എനിക്ക് താങ്കളെ കാണാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നോർത്തിട്ട് എനിക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കമില്ലാതെ ഞാൻ നടക്കുകയാണ് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അദ്ദേഹം പറയാൻ, റസൂലേ, ഇനി ഞാൻ മരിച്ചു, താങ്കൾ വഫാത്തായതിനു ശേഷം എൻ്റെ കാലവും കഴിഞ്ഞു, ഇനി ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ കൂട്ടുക. ഒരാൾക്കും ഉറപ്പില്ലല്ലോ. റസൂലുള്ളാഹി എണ്ണി പറഞ്ഞ സഹാബികളല്ലാതെ വേറൊരാൾക്കും ഇന്നയാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ സാധ്യമല്ല. ഇദ്ദേഹം സൗബർ എന്ന് പറയുന്നു, ഇനി ഞാനെങ്ങാനും സ്വർഗത്തിലാണ് എന്ന് ആണെങ്കിൽ തന്നെ റസൂലേ, താങ്കൾ സ്വർഗത്തിന്റെ ഉന്നതമായിട്ടുള്ള പദവിയിലും ഞാൻ ഏതായാലും റസൂലുള്ളാഹി അമ്പിയാക്കളുടെ കൂടെ, റസൂലുള്ളാഹിയുടെ കൂടെ ഏതായാലും എനിക്ക് എത്താൻ സാധ്യമല്ല റസൂലേ. ഞാൻ എവിടെ ആയിരിക്കില്ല, എനിക്ക് എങ്ങനെ റസൂലേ താങ്കളെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അപ്പോഴാണ് റസൂലുള്ളാഹി ഓതി കൊടുക്കുന്നത്, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചു കഴിഞ്ഞാൽ അക്കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. ആരുടെ കൂടെ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരുടെയും പ്രവാചകന്മാരുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചവർ എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബിക്ക് സന്തോഷം കൊള്ളുകയാണ്. അപ്പൊ ആര് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടോ, ആര് അള്ളാഹുവിന്റെ റസൂലിനെ അവന്റെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് അംഗീകരിച്ചോ, അതനുസരിച്ച് ജീവിച്ചോ, അവർ ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ സ്വർഗത്തിലായിരിക്കും എന്നർത്ഥം. ഇത് കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമാകുന്നത്. സഹോദരന്മാരെ, ഇവരുടെയൊക്കെ ചരിത്രം ഇവിടെ നമ്മൾ പറഞ്ഞു, വളരെ ചില സഹാബിമാരുടെ ഇത് മാത്രം. എന്നിട്ട് പോലും നമ്മുടെ നാടുകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതെന്താ? റോട്ടിലിറങ്ങിക്കൊണ്ട് പല വിധത്തിലുള്ള പേക്കൂത്തുകൾ പോലും കാണിച്ചുകൊണ്ട് അന്യമതസ്ഥരെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ പല വിധത്തിലുള്ള റോഡുകൾ ബ്ലോക്ക് ആയില്ലൊക്കെ നമ്മൾ പരപ്രാവശ്യം പറയുന്നതും കേൾക്കുന്നതുമാണ്. ഇങ്ങനെ ഒരു പ്രവാചക സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിൽ റസൂലിന്റെ പേരിൽ റസൂലുള്ളാഹിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിയും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ല. ഈ സഹാബിമാർ ഇവരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല.
പിന്നെ എങ്ങനെ കടന്നു വന്നു? ഷിയാക്കളിൽ നിന്നും, ഒബൈദികളിൽ നിന്നും, ഫാത്തിമിയത്തിന്റെ ആളുകളിൽ നിന്നും, ആ ഒരു വിഭാഗത്തിൽ നിന്നാണ് ഇത് ഈ പിന്നെ ദീനിലേക്ക് പിന്നീട് കടന്നു വരുന്നത്. അതൊരിക്കലും ദീനല്ല. അപ്പൊ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ഓരോ വർഷവും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കുറയല്ലേ ദഅവത്തുകൾ, ഇതൊന്നും ദീനിലുള്ളതല്ല എന്ന് പറയും തോറും അല്ലേ. പണ്ടൊരു കഥ പറയാറുണ്ടല്ലോ, ഒരു കുട്ടി പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, ബിസ്ക്കറ്റ് എന്തോ കഴിക്കുമ്പോൾ പിന്നെ മൂത്രമൊഴിച്ചുകൊണ്ട് കഴിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ബാപ്പ മോനോട് പറഞ്ഞു, മോനെ എടാ മൂത്രമൊഴിക്കുമ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കല്ലടാ. അപ്പൊ തിരിച്ചു കുട്ടി ചോദിച്ചു എന്നാണ്, ഞാൻ ഇതിൽ മുക്കി തിന്നു, നിങ്ങൾ എന്താ ചെയ്യാ എന്നതുപോലെ എത്ര പറഞ്ഞു കൊടുത്താലും അല്ലെ ഇത് ദീനിലില്ല. ആദ്യ 3 നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാർക്ക് ഇത് പരിചയമില്ല, എവിടുന്ന് കടന്നു വന്നു എന്ന് പറഞ്ഞു കൊടുത്താലും വർഷം തോറും കൂടി വരികയാണ് പ്രവാചക സ്നേഹം എന്നുള്ള പേരിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ഈ ഒരു മാസം എന്നുള്ളത് മദീന പൊട്ടിക്കരഞ്ഞ ദിവസമാണ്. ഹിജ്റയുടെ 11ാമത്തെ വർഷം സഫർ മാസം അല്ലെ. ഇത് പിന്നെ ഹിജ്റ 10-ന് പിന്നെ റസൂലുള്ള ഹജ്ജ് ചെയ്തു, ദുൽഹിജ്ജ കഴിഞ്ഞു, പിന്നെ മുഹറം, സഫർ. ആ സഫർ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫർ മാസത്തിന്റെ ആദ്യ സമയത്ത് ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉഹദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഉഹദിലേക്ക് പോയി. ഉഹദ് നമുക്കറിയാം, ഉഹദ് യുദ്ധം നടന്ന സ്ഥലം. ഉംറക്ക് പോയ ആളുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും. അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഫസല്ലാ അല ശുഹദാ, എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അവരോട് സലാം പറഞ്ഞു. ഒരു വിടവാങ്ങൽ സലാം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി സലാം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറി സഹാബിമാർക്ക് ഉപദേശം കൊടുക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗളി അൽആൻ, ഞാനിപ്പോൾ എൻ്റെ ഹൗളിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗളുൽ കൗസർ മുക്കിക്കൊണ്ടു നിൽക്കുന്നുണ്ട് അല്ലേ. ഒരാളും കണ്ടിട്ടില്ലാത്ത, ഒരാളും ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത, പാലിനേക്കാൾ വെളുത്തതും അതുപോലെ തന്നെ തേനിനേക്കാൾ മധുരമുള്ളതുമായ അത്തരത്തിലുള്ള ആ ഒരു പാനീയം റസൂലുള്ളാഹിയിലെ അതൊരാൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം എന്നല്ല അല്ലെ, ജീവിതകാലം എന്ന് പറയാൻ സാധ്യമല്ല. സ്വർഗത്തിൽ പിന്നെ മരണമില്ലല്ലോ, പിന്നെ കാലാകാലവും അവന് ദാഹിക്കുകയില്ല എന്നാണ്. അതിൽ നിന്നൊരു ഇറക്ക് വെള്ളം കുടിച്ചാൽ ആ ഒരു ഹൗലിനെ ഞാനിപ്പോൾ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി പറയുന്നു, വഇന്നി വല്ലാഹി മാ അഖാഫു അൻ തുശ്രികൂ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്നുള്ളത് എനിക്ക് ഭയമില്ല, മറിച്ച് ഞാൻ ഭയക്കുന്നത് വലാകിന്നി അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫിഹാ, ഷിർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതായി കൊണ്ടാണ് എൻ്റെ ഭയം. ഇന്ന് നമ്മുടെ നാടുകൾ കാണുന്നത് എന്താ അല്ലേ? ഏതെല്ലാം സ്ഥലങ്ങളിൽ മഖബർ അല്ലേ, ഖബറിന്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടെങ്കിലും ആളില്ലെങ്കിലും പച്ച വിരിച്ച് വിളക്ക് കൊതിച്ച്, സുഹൃത്തുക്കളെ നിലവിളക്കൊക്കെ ആരുടെ സംസ്കാര? ഇന്ന് നിലവിളക്കില്ലാത്ത മഖബറകളുണ്ടോ അല്ലേ? ആരുടെ അല്ലേ? പിന്നെ അഗ്നി ആരാധകരുടെ അടയാളമാണ് നിലവിളക്ക്. അതുപോലും മക്ബറകളിൽ വെച്ചുകൊണ്ട് അവിടുന്ന് എണ്ണ തേച്ച് പൂജിച്ച് എല്ലാം അവിടെ പോയി സങ്കടം പറഞ്ഞ് ആ ഒരു പരസ്പരം മത്സരിക്കുക. സംഘടനകൾ തോറും അവർക്ക് ഇന്ന മക്ബറുണ്ട്, ഇവർക്ക് ഇന്ന മക്ബറ. എത്രത്തോളം വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലാണ് മമ്പുറ മക്കാമുള്ളത്, ലേലം ചെയ്തിട്ടുണ്ട്. ലേലം ചെയ്തിട്ടാണ് ഇന്ന് ചെമ്മാട് ദാറുൽ ഹുദ കമ്മിറ്റി മയ്യിത്ത് വാങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ലേലം ചെയ്യണേ? ഇത് ബിസിനസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇത് എൻ്റെ ശേഷം ഇതിനു വേണ്ടി നിങ്ങൾ മത്സരിക്കുമെന്ന് റസൂലുള്ളാഹി, അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയിലേക്ക് പോയി. ബഖീഉൽ ഖർഖദ് മദീനയിലെ ഖബർസ്ഥാനാണല്ലോ. ആ ബഖീയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെയുള്ള സഹാബിമാർക്ക്, അവിടെയുള്ള ഖബറാളികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നു. അങ്ങനെ വഫിൽ യൗമി 29
29 സഫറിന്റെ മുഹറം കഴിഞ്ഞു. സഫർ മാസത്തിൽ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹദ്ദിൽ പോയി തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ 29 ആയപ്പോൾ, സഫർ മാസം 29 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു യൗമുൽ ഇസ്നൈനിലായിരുന്നു, തിങ്കളാഴ്ച ദിവസത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്തു. ബഖയിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുന്നു. അവിടെ മുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം തുടങ്ങുന്നത്. മരണത്തിന്റെ രോഗം തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. ശക്തമായ തലവേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെടുന്നു. റസൂൽ നേരെ മൈമൂന റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹിയുടെ ഭാര്യ മൈമൂനയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. അന്ന് അവരുടെ ദിവസമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂനയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞു, തലവേദനയുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? ഫഹിംന മുറാദഹു, റസൂലുള്ളാഹി എന്താണ് ഉദ്ദേശിച്ചത് അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ അന്നത്തെ ദിവസം മൈമൂനയുടെ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എല്ലാവരും അനുവാദം കൊടുത്തു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നു. ഫളൽ ഇബ്നു അബ്ബാസ് അലി ഇബ്നു അബി ത്വാലിബ് ഇവരുടെ രണ്ടാളുടെയും സഹായത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹ പരിചരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന കാരണം പാരായണം ചെയ്യാൻ സാധിക്കാത്തതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്താക്കപ്പെട്ട കൈകളിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ഓതിയിട്ട് അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ശരീരമാകെ തടവി കൊടുക്കുന്നു. എന്തുകൊണ്ടും ആയിഷ റളിയല്ലാഹുവിന്റെ കരങ്ങളെക്കാൾ ബർക്കത്താണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾക്ക്. അങ്ങനെ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു ഓതി കൊടുക്കുന്നു. റസൂലുള്ളാഹിയുടെ കരങ്ങൾ കൊണ്ട് ആയിഷ റളിയല്ലാഹു തടവി കൊടുക്കുന്നു. ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കൂടി വരികയാണ്. 13ഓ 14ഓ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കഴിഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിവസത്തോളം, ഈ 13ഓ 14ഓ ദിവസം രോഗിയായതിൽ 11 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികൾക്ക് ഇമാമായി കൊണ്ട് മസ്ജിദ് നബിയിൽ നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 11 ദിവസത്തോളം അവർക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നു. ഓരോ ദിവസവും കൂടുന്തോറും രോഗം കഠിനമായി വരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പിന്നെ 7 കിണറുകളിൽ നിന്നായിക്കൊണ്ടുള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹിക്ക് പനി കൂടി, മൂർച്ഛിച്ചു. പനിയുടെ കാഠിന്യത്താൽ റസൂലുള്ളാഹി ചുട്ടു പൊള്ളുന്ന വിധത്തിൽ അത്രയും കഠിനമുള്ള പനിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനിക്കുന്നത്. 7 കിണറുകളിൽ നിന്നുമായിക്കൊണ്ട് റസൂലുള്ളാഹി വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കൊണ്ട് കുളിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച് ഒരൽപ്പം ആശ്വാസം തോന്നിയപ്പോൾ മസ്ജിദ് നബിയുടെ മിമ്പറിൽ കയറി റസൂലുള്ളാഹിയുടെ സഹാബിമാരെ ഉപദേശിക്കുന്നു. ലഅനല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദി നസറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു, ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ഖബരി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു ആരാധനാ സ്ഥലമാക്കരുത്. സ്വഹാബിമാർക്ക് സൂചന ലഭിക്കുന്നു. സ്വഹാബിമാരുടെ മനസ്സുകൾ ആകെ ഭയം കൊണ്ട് പിന്നെ അവർ കിതക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ഓരോ സംസാരങ്ങൾക്കും റസൂലുള്ളാഹി ഞങ്ങളോട് ഇവിടെ പറയുകയാണോ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്നു. റസൂലുള്ളാഹിയുടെ രോഗം വീണ്ടും മൂർച്ഛിച്ചു വരികയാണ്. അങ്ങനെ വ്യാഴാഴ്ച ദിവസമാകുന്നു. മഗ്രിബ് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് മഗ്രിബ് നമസ്കരിക്കുന്നു.
സഹോദരന്മാരെ, ആ മഗ്രിബ് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50ഓളം ആയത്തുകൾ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത്. വളരെ ഭംഗിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നു. മഗ്രിബ് കഴിഞ്ഞ് ഇശാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ സഹോദരന്മാരെ ലോകത്തിന്റെ നേതാവിന് സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല. റസൂലുള്ള ചോദിക്കുന്നു, ആയിഷ അസല്ലൻ നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ, ജനങ്ങൾ നമസ്കരിച്ചോ ആയിഷ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, റസൂലേ, ഇത്രയും കാലം അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ച റസൂലേ, അങ്ങയുടെ സഹാബത്തിന് അങ്ങയില്ലാതെ എങ്ങനെ നമസ്കരിക്കാൻ സാധിക്കും? വഹും യന്തളിറൂനക്, റസൂലേ, അവർ താങ്കളെ വെയിറ്റ് ചെയ്യുകയാണ്, താങ്കളെ കാത്തിരിക്കുകയാണ് നമസ്കാരത്തിന് വേണ്ടി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലഊലി മാഉൻ ഫി മിഖ്ലബ്, എനിക്ക് അല്പം ഒരു പാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം കൊണ്ടുവരണം. ഫഫഅൽന, ഞങ്ങളത് ചെയ്തു. ഫഗ്തസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതിൽ നിന്നും കുളിച്ചു. ഫദഹബ ലിയനുഅ ഫഉഅമിയ അലൈഹി ثم അഫാഖ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കാൻ വേണ്ടി നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനാകുന്നു. അങ്ങനെ വീണ്ടും റസൂലുള്ള ചോദിക്കുന്നു, ഫഖാല അസല്ലൻ നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? വവഖഅ സാനിയൻ വസാലിസൻ, അങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. റസൂലുള്ള കുളിക്കുന്നു. റസൂലുള്ള വീണ്ടും ബോധരഹിതനാകുന്നു. റസൂലുള്ളാഹിക്ക് എണീക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കാൻ കഴിയാതെയായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫഅർസല ഇലാ അബീ ബക്കറിൻ അൻ യുസല്ലി ബിന്നാസ് ഫസല്ല അബൂബക്കർ തിൽക്കൽ അയ്യാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നു. ജനങ്ങൾക്ക് റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല, ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് അങ്ങനെ അബൂബക്കർ ഇമാമത്ത് നിൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇടക്കിടക്ക് റസൂലുള്ളാഹിക്ക് ആശ്വാസം വരും. റസൂലുള്ളാഹി മിമ്പറിൽ കയറും. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കും. ഓരോ ദിവസങ്ങളും അടുത്തടുത്ത് വരുന്നു. റസൂലുള്ളാഹിയുടെ മരണത്തിന്റെ വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞു. പിന്നീട് 2 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ പനിയായി. വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും കഴിഞ്ഞു. ഞായറാഴ്ച ദിവസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടിമകളെ മുഴുവൻ മോചിപ്പിച്ചു. റസൂലുള്ളാഹിയുടെ കയ്യിലുണ്ടായിരുന്ന ആകെ 7-9 ദീനാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തു. ആകെ ഉണ്ടായിരുന്ന ആ ഒരു ദീനാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തു. റസൂലുള്ളാഹിയുടെ ആയുധങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് ദാനമായി നൽകി. ബൈത്തുൽ മാലിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് സഹാബത്ത് വരുമ്പോൾ റസൂലുള്ളാഹി അവിടെ നമ്മുടെ ഉമ്മയോട് ആയിഷയോട് ചോദിക്കുന്നു, എന്താ ഈ വീട്ടിൽ ആകെ ഇരുട്ടാണല്ലോ, ലോകത്തിന്റെ നേതാവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന ഈ സമയത്ത് ആകെ ഇരുട്ടാണല്ലോ. അങ്ങനെ അവർ അടുത്തുള്ള വീട്ടിൽ അയൽവാസിയുടെ വീട്ടിൽ പോയി അല്പം എണ്ണ വാങ്ങി വിളക്കിൽ കൊളുത്തി ഒഴിച്ചിട്ടാണ് അവർ വിളക്ക് ആ വീട്ടിൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ദിവസം? ഞായറാഴ്ച ദിവസം. റസൂലുള്ളാഹി മരണപ്പെടുന്നത് തിങ്കളാഴ്ചയാണ്. റസൂലുള്ളാഹിയുടെ മരണത്തിന്റെ തലേ ദിവസത്തെ അവസ്ഥയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പോലും എണ്ണയില്ല. എന്ത് ചെയ്യുന്നു? അയൽവാസിയുടെ വീട്ടിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്നു. അവർ അവിടെ അതിൽ വിളക്ക് കൊളുത്തുന്നു. മരിക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുധം പടയെങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. എന്തുകൊണ്ട്? 30 സാഴ് ഗോതമ്പിന് വേണ്ടിയിട്ട് ജൂതന്റെ അടുക്കൽ പോയിട്ട് പണയം വെച്ചിട്ടാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് സഹോദരന്മാരെ വിട പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞായറാഴ്ച ദിവസം കഴിഞ്ഞു. റസൂലുള്ളാഹിയുടെ സഹാബിമാരും എല്ലാ ആളുകളും കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച ദിവസത്തിലേക്ക് കടക്കുന്നു. ഫജ്ർ നമസ്കാരം കഴിഞ്ഞു. ളുഹായുടെ സമയമായി.
സഹാബിമാരും റസൂലുള്ളാഹിയുടെ പിന്നെ പേരക്കുട്ടികളും റസൂലുള്ളാഹിയുടെ ഭാര്യമാരും റസൂലുള്ളാഹിയുടെ മക്കളും എല്ലാവരും കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നു, ഭാര്യമാരെ വിളിക്കുന്നു, പേരക്കുട്ടികളെ വിളിക്കുന്നു. ഹസൻ ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട 2 പേരമക്കളായിരുന്നു. റസൂലുള്ള പള്ളിയിൽ ഖുത്ബ പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ നീളം കുപ്പായിട്ടിട്ട് കുട്ടികൾ പള്ളിയിലൂടെ അങ്ങനെ വരുമ്പോൾ റസൂലുള്ള ഇറങ്ങി ചെന്നിട്ട് ആ കുട്ടികളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് എടുത്തിട്ട് ഖുത്ബ പറഞ്ഞിരുന്നു. അത്രത്തോളം സ്നേഹിച്ചിരുന്നു ഹസൻ ഹുസൈനെ. അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നു, ഭാര്യമാർക്ക് ഓരോരുത്തർക്കുമായി ഉപദേശങ്ങൾ നൽകുന്നു. ഭാര്യയെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ ഫാത്തിമയെ വിളിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ ചെവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശങ്ങൾ നൽകുന്നു. ആദ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. രണ്ടാമതായിക്കൊണ്ട് പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം കൊടുക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആ രണ്ടും കഴിഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാറി നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരോട് ചോദിക്കുന്നു, എന്തിനാണ് പിന്നീട് റസൂലുള്ളാഹിയുടെ വഫാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭാര്യമാർ ചോദിക്കുക, അന്ന് ഫാത്തിമ എന്തിനാണ് നീ കരഞ്ഞതും പിന്നീട് ചിരിച്ചതും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിട പറയാൻ പോവുകയാണ് എന്ന് കേട്ടതിലാണ് എനിക്ക് കരച്ചിൽ വന്നത്. പിന്നീട് റസൂലുള്ളാഹി ഞാൻ ചിരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞത്, എനിക്ക് ശേഷം എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ അടുക്കിലേക്ക് ആദ്യമായിട്ട് വരിക ഫാത്തിമ നീയായിരിക്കും എന്ന് പറഞ്ഞാൽ ഫാത്തിമയായിരിക്കും പിന്നീട് മരിക്കാൻ പോകുന്നത് അവരുടെ കുടുംബത്തിൽ എന്നർത്ഥം. അത് കേട്ടിട്ട് എൻ്റെ ഉപ്പയുടെ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് എനിക്ക് ഞാനായിരിക്കുമല്ലോ ആദ്യം എത്തുക എന്നുള്ള സന്തോഷത്താൽ ഞാൻ ചിരിച്ചു പോയതാണ്. ആ ഒരു സന്തോഷത്താൽ ഞാൻ ചിരിച്ചതാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് റസൂലുള്ളാഹിയുടെ ഭാര്യമാരോട് പറയുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണക്കിടക്കയിൽ കിടക്കുന്നു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അബ്ദുറഹ്മാൻ അള്ളാഹുവിന്റെ കയ്യിലുള്ള അറാക്കിൻ കൊള്ളി അല്ലെ, നമുക്കൊക്കെ അറിയാം അറബികളുടെ കയ്യിലുണ്ടാകുന്ന അറാക്കിന്റെ കൊള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ അള്ളാഹുവിന്റെ കയ്യിലില്ല അദ്ദേഹത്തിന്റെ അറാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാൻ സാധിക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നു, എന്ത് അറാക്ക് വേണോ? അതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് അറാക്ക് വാങ്ങി നല്ലവണ്ണം വായിലിട്ട് അത് ചവച്ച് പാകമാക്കിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേച്ചു കൊടുക്കുന്നു. ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നു, അന്ന് ഖൈബറിൽ വെച്ച്, ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത്, ചരിത്രം വിശദീകരിക്കുന്ന സമയമല്ല, ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ഒരു ജൂത സ്ത്രീ റസൂലുള്ളാഹിയെയും സഹാബിമാരെയും വിളിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയിരുന്നു. അത് കാരണത്താൽ റസൂലുള്ളാഹിന്റെ ചില സഹാബിമാർ അത് കാരണത്താൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ അന്ന് ഖൈബറിൽ വെച്ച് ആ ജൂത സ്ത്രീ എനിക്ക് തന്ന വിഷത്തിന്റെ അതിന്റെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണക്കിടക്കയിൽ കിടക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അഭിമാനം പറയുന്നുണ്ട്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൂഫിയ ഫീ ബൈത്തി. എനിക്ക് ഏറ്റവും വലിയ അഭിമാനമുള്ള ഏറ്റവും നല്ല അനുഗ്രഹം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ വീട്ടിലാണ് വഫാത്തായിട്ടുള്ളത്. വഫീ യൗമി, എൻ്റെ ദിവസത്തിലാണ് റസൂലുള്ളാഹി വഫാത്തായിട്ടുള്ളത്. وبين سحري ونحري وأن الله جمع بين ريقي وريقه عند موته. എൻ്റെ ഉമനീരും റസൂലുള്ളാഹിയുടെ ഉമനീരും അവസാനമായിക്കൊണ്ട് യോജിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞതിൽ എന്ന് ഞാൻ അഭിമാനിക്കുന്നു. എന്താ കാരണം? ആ അറാക്കിന്റെ കൊള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വായിലിട്ട് ശരിക്ക് ചവച്ച് പാകമാക്കിയതിനു ശേഷം റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹുവിന്റെ ഉമനീരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമനീരും കൂടിച്ചേരുന്നു. അതിൽ അഭിമാനം കൊള്ളുകയാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ.
അങ്ങനെ നല്ല സുഖമായി നല്ല രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തു. ഇന്നേ വരെ അത്ര നല്ല രീതിയിൽ റസൂലുള്ളാഹി മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇങ്ങനെ വെള്ളം കൊണ്ട് തടവി കൊടുക്കുന്നു. ഫയഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത് ഇന്ന ലിൽ മൗതി സകറാത്ത് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടുകൊണ്ട് പറയുന്നു, ഇന്ന ലിൽ മൗതി സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, റസൂലേ അങ്ങേക്കും മരണത്തിന്റെ വേദനയോ? റസൂലുള്ള പറയുന്നു, ആയിഷ നിങ്ങളിൽ 2 പേർ അനുഭവിക്കുന്ന വേദന ആയിഷ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആരാ സഹോദരന്മാരെ? റസൂല്, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള പറയുന്നു മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ബാപ്പാ അങ്ങക്ക് വേദനയുണ്ടോ? ആ റസൂൽ മറുപടി പറയുന്നു, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഫാത്തിമ, അങ്ങയുടെ വാപ്പക്ക് ഇന്നത്തെ ദിവസത്തിന് ശേഷം വേദനയില്ല ഫാത്തിമ. ഇത് കഴിഞ്ഞാൽ എനിക്ക് വേദനയില്ല, വേദനയില്ലാത്തൊരു ലോകത്തേക്കാണ് ആയിഷ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ ആകാശത്തിൽ കൈ ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഅല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ, വസ്സുദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ, ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ എന്നെ ആക്കണമേ. അല്ലാഹുമ്മ ഗഫിർലി, റബ്ബേ എനിക്ക് പുറത്തു തരണേ. ആരാ പറയുന്നത് സഹോദരന്മാരെ? എല്ലാ പാപവും പുറത്തു കൊടുത്ത ലോകത്തിന്റെ നേതാവ് പറയുന്നു, റബ്ബേ എനിക്ക് പുറത്തു തരണേ. റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി, റബ്ബേ എന്നോട് കരുണ കാണിക്കണേ. വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അർറഫീഖുൽ അഅ്ലാ, അർറഫീഖുൽ അഅ്ലാ, ഏറ്റവും ഉന്നതമായിട്ടുള്ള കൂട്ടുകാരന്റെ കൂടെ റബ്ബേ എന്നെ ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞു. മദീനയിൽ മുഴുവൻ സഹാബത്തും ആകെ കരഞ്ഞ്, ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ട് പറയുന്നു, റസൂലുള്ളാഹി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൂസാ നബി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോയതാണ് എൻ്റെ നേതാവ്, മരിച്ചു എന്ന് പറഞ്ഞ അവന്റെ തല ഞാൻ എടുക്കും പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തിടുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആന്റെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ പരിശുദ്ധ ഖുർആൻ മനപ്പാടാക്കി വെക്കുക. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ഇപ്പൊ ഇറങ്ങിയ ഒരു ആയത്തിനെ പോലെ എനിക്ക് തോന്നിയിരുന്നു, അംഗീകരിക്കാൻ കഴിയുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറുന്നു. എന്നിട്ട് പറയുന്നു, മൻ കാന മിൻകും യഅബ്ദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ഇതാ മുഹമ്മദ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന മിൻകും യഅബ്ദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണോ ആരാധിച്ചിരുന്നത് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്നുണ്ട്. ഹയ്യുൻ, അവൻ ജീവിച്ചിരിപ്പുള്ളവനാണ്. ലാ യമൂത്, അവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പൊ മുഹമ്മദിനെ ആരാധിച്ചവനായിരുന്നു എങ്കിൽ ഇതാ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്ന് പറഞ്ഞാൽ ഏകനായ സൃഷ്ടാവായ മുഹമ്മദ് നബിയുടെയും സകല അമ്പിയാക്കളുടെയും എന്നെയും നിങ്ങളെയും പടച്ച അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നു. സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും കൂടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മറവി ചെയ്തു കഴിഞ്ഞു. പിന്നീടുള്ള ബാക്കിയുള്ള കാലങ്ങൾ ഖലീഫയുടെ കാലങ്ങൾ വരുന്നു, കൂടിയാലോചിക്കുന്നു, ഖലീഫ ആരാവണമെന്നുള്ള ചർച്ചകൾ വരുന്നു. അങ്ങനെ ഓരോരോ കാലങ്ങൾ കഴിഞ്ഞ്
പിന്നീടാണ് ഇത്തരത്തിലുള്ള ഖലീഫമാരുടെയും അതിനുശേഷമുള്ള കാലങ്ങൾക്ക് ശേഷം പിന്നീടാണ് ലോകത്തിൽ വന്ന സകല ബിദ്അത്തുകളും ആദ്യ 3 നൂറ്റാണ്ട് ശേഷം ഹിജ്റ 11 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എങ്കിൽ ഹിജ്റ 300 ശേഷമാണ് പിന്നീട് ലോകത്ത് മുഴുവൻ ബിദ്അത്തുകളും അത്തരത്തിലുള്ള ദീനിലുണ്ടാക്കിയ മുഴുവൻ എല്ലാവിധ പിന്നെ ഇല്ലാത്ത പുതുതായി ഉണ്ടാക്കിയ മുഴുവൻ കാര്യങ്ങളും പിന്നീട് ദീനിലേക്ക് കടന്നു വരുന്നത്. അതാണ് ഇന്ന് ആളുകളൊക്കെ ഇതൊക്കെ ദീനിലുള്ളതല്ലേ, നമ്മളെ കാക്കക്കാരന്മാർ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നാടുകളിൽ പലതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നും ഈ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, നമുക്കറിയാം സൗദി അറേബ്യയുടെ മുഫ്തി ആഹ്വാനം ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകളും അതുപോലെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ആളുകൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ എന്നാണ്. ബിൽഡിംഗ് പോലെയാണ്. ഒരു ബിൽഡിങ്ങിന് ഒരു ഫില്ലറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് മുഴുവനായിട്ട് എന്ത് ചെയ്യും? അത് തകർന്നു വീഴും എന്നതുപോലെയാണ് ഒരു മുസ്ലിമിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ അപകടത്തിൽ മുഴുവൻ ആളുകളും പങ്കാളിയാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മ്യാൻമാറിൽ അതുപോലെ തന്നെ സിറിയയിലുമൊക്കെ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് സദാസമയം നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾ കാഫിരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങൾക്കും അഹ്ലു സുന്നത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഇസ്സത്തും പ്രതാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.